ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ RBL ബാങ്കിന്റെ റൂപേ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാം എല്ലാ ബാങ്കുകളും UPI ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ റൂപേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡൊക്കെ ലോഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം RBL ബാങ്കിന്റെ. RBL ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ്സുകളൊന്നും അത്ര വേർത്തായിട്ടുള്ള നല്ല ഭയങ്കര ഹൈ വാല്യൂ തരുന്ന ക്രെഡിറ്റ് കാർഡുകളൊന്നും അല്ല. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന RBL ബാങ്ക് ബജാജ് ഫിൻസർവിന്റെ RBL ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡാണ്. അത് നമ്മൾ ഒരു 7 കൊല്ലമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ സാധനം കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് ഉപയോഗിച്ച് പോകുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ വലിയ ബെനിഫിറ്റോ സംഭവമോ ക്യാഷ് ബാക്കോ സംഭവമൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ RBL ബാങ്കിന്റെ കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ ബേസിക് കാർഡ് എടുത്താൽ മതിയിട്ട്. പ്രത്യേകിച്ച് നിങ്ങളൊരു ആദ്യം ഫസ്റ്റ് കാർഡൊക്കെ ആണെങ്കിൽ ബേസിക് കാർഡ് എടുത്താൽ മതി. 1,250 കാർഡൊക്കെ എടുത്താൽ മതി. എന്ന് വെച്ചാൽ അത്രയ്ക്കും വാല്യൂ സാധനം തരുന്നുള്ളൂ. പക്ഷേ വലിയ ഫ്രോഡോ അങ്ങനത്തെ എന്താ പറയുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് കുറെ എണ്ണം ആൾക്കാരെ വിളിച്ചിട്ട് ഈ ഏജൻസികളെ വിളിച്ചിട്ട് അവരുടെ ഹൈ വാല്യൂ കാർഡുകൾ, അതായത് 5,000 രൂപയുടെ കാർഡ് 3,000 രൂപയുടെ കാർഡൊക്കെ തലയിൽ വെച്ച് തുടങ്ങുന്ന പരിപാടിയുണ്ട്. അതൊക്കെയാണ് മെയിൻ ഒരു ഉടായ്പ പരിപാടികൾ എന്ന് പറയുന്നത്. പക്ഷെ അതല്ലാണ്ട് ഇവരുടെ കാർഡുകൾക്ക് കുഴപ്പമുള്ള സംഭവമൊന്നുമില്ല. അത്യാവശ്യം നല്ല കാർഡാണ്. RBL ബാങ്കിന്റെ ഡിസ്കൗണ്ട് വരുമ്പോഴൊക്കെ നമുക്ക് ആമസോണിലൊക്കെ RBL ബാങ്കിന്റെ ഡിസ്കൗണ്ട് സംഭവമൊക്കെ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ 10% ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് ബജാജ് ഫിൻസർവിന്റെ RBL ബാങ്കിന്റെ കാർഡിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബജാജ് ഫിൻസർവിന്റെ RBL കാർഡ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റെഫറൽ ലിങ്കാണ് സെറ്റപ്പിന്റെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടാം. അപ്പോൾ ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ പുതിയ RBL ബാങ്കിന്റെ റൂപേ ക്രെഡിറ്റ് കാർഡാണ് നമ്മുടെ IRCTC RBL ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇത് അത്യാവശ്യം എന്താ വെച്ചാൽ ഒരു ഭയങ്കര ലേറ്റ് ആണ്. അതും പോരാണ്ട് ഇവർ ആക്ച്വലി ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു UPI ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ആവുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു RBL ബാങ്കിന്റെ നോർമൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അഡീഷണൽ ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു UPI ക്രെഡിറ്റ് കാർഡ് നോർമലി വേറെ സെപ്പറേറ്റ് കിട്ടും. അപ്പോൾ നമ്മളിന്ന് പറയാമ്പോൾ നമ്മുടെ ഈ IRCTCയുടെ റൂപേ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന്റെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 500 റിവാർഡ് പോയിന്റ് ആണ് ആസ് വെൽക്കം ബെനിഫിറ്റ് ആഫ്റ്റർ ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഓഫ് മിനിമം 500 രൂപ വിത്തിൻ 30 days ഓഫ് കാർഡ് ഇഷ്യൂൻസ്. അതായത് നമുക്ക് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ 500 രൂപയുടെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ് 5 റിവാർഡ് പോയിന്റ് ഫോർ എവറി 200 rupees സ്പെൻഡ് ഓൺ ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങിലാണ് നമുക്ക് കിട്ടുന്നത്. 3 റിവാർഡ് പോയിന്റ് ഓൺ എവറി 200 rupees സ്പെൻഡ് ഓൺ ഫാസ്റ്റാഗ് റീചാർജ് ഫ്രം RBL ബാങ്ക്. ആക്ച്വലി ഈ കാർഡിൽ നമുക്ക് NCMC ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക മെട്രോ ആ സാധനത്തിനൊക്കെ ഡയറക്റ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മെട്രോ കാർഡൊക്കെ ഇല്ല, അതുപോലെ ആ സാധനം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 2 റിവാർഡ് പോയിന്റ് ഫോർ എവറി 200 rupees സ്പെൻഡ് ഓൺ ഫ്ലൈറ്റ്, ഹോട്ടൽ, ക്രൂസ്, ടിക്കറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രാവൽ ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കാർഡ് മെമ്പർ ഈസ് എലിജിബിൾ ഫോർ 1 റിവാർഡ് പോയിന്റ് പെർ 200 rupees സ്പെൻഡ് ഓൺ. ബാക്കി എല്ലാ സ്പെൻസിനും നമുക്ക് 1 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക. അപ്പോൾ റിവാർഡ് പോയിന്റ് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 5 റിവാർഡ് പോയിന്റ് ആണ് ഫോർ എവറി 200 rupees സ്പെൻഡ് ഓൺ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ്. 3 റിവാർഡ് പോയിന്റ് ആണ് ഫാസ്റ്റാഗ് റീചാർജിനും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മിനിമം എവറി 200 rupees കിട്ടുന്നത്. 2 റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് ഫ്ലൈറ്റ് ബുക്കിങ്ങിനും ഹോട്ടൽ ബുക്കിങ്ങിനും ഒക്കെ നമുക്ക് 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ അതറിനൊക്കെ 1 റിവാർഡ് പോയിന്റ്. പിന്നെ നമുക്ക് ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ് എക്സ്ട്രാ വേറെ വരുന്നുണ്ട്. അതായത് നമുക്ക് 1000 റിവാർഡ് പോയിന്റ് എക്സ്ട്രാ നമുക്ക് കിട്ടും. അതായത് എങ്ങനെയാ, നിങ്ങളൊരു ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ദാറ്റ് 1 month ഈസ് ഡിഫൈൻഡ് ആസ് 1 billing cycle assigned to the card. 1 base reward point will be credited instantly and additional reward point will be posted at the end of the same. അതായത് ഈ റിവാർഡ് പോയിന്റ് വരുന്നത് നമ്മുടെ മന്ത് എൻഡിലാണ് വരിക. അതായത് ബില്ലിംഗ് സൈക്കിൾ കഴിഞ്ഞിട്ട് അടുത്ത എൻഡിലാണ് വരിക എന്നാണ് പറഞ്ഞത് ക്രെഡിറ്റ് ആവുന്നിട്ടാ. പിന്നെ ഇത് റൂപേ ക്രെഡിറ്റ് കാർഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് UPI ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. പിന്നെ കാർഡ് മെമ്പേഴ്സ് വിൽ ഏൺ റിവാർഡ് പോയിന്റ് ആസ് ഡിഫൈൻഡ് ഇൻ ദ റെസ്പെക്റ്റീവ് പ്രൊഡക്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ. ഹവർ ദ ഓഫ്ലൈൻ UPI ട്രാൻസാക്ഷൻ under ₹2,000 done at small merchants will not be eligible. അതായത് നിങ്ങൾ UPI ട്രാൻസാക്ഷൻ 2,000 രൂപയുടെ താഴെ UPI ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിന് റിവാർഡ് പോയിന്റ് സംഭവമൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഉടായ്പ പരിപാടി. പിന്നെ നമുക്ക് മൈൽ സ്റ്റോൺ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. നമുക്ക് നിങ്ങളൊരു ക്വാർട്ടറിൽ 75,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 500 എക്സ്ട്രാ റിവാർഡ് പോയിന്റ് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ട്രെയിൻ ക്യാൻസലേഷൻ ഷീൽഡ് എന്നൊരു സാധനം കിട്ടുന്നത്. അതായത് ട്രെയിൻ ക്യാൻസലേഷൻ ഷീൽഡ് ഇസ് എ കോംപ്ലിമെന്ററി ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡഡ് ഓൺ നമ്മുടെ RBL ബാങ്കിന്റെ കാർഡ് ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് പരിപാടിയാണ് ട്രെയിൻ ക്യാൻസലേഷൻ ഷീൽഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ഇതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് നമ്മുടെ IRCTC കാർഡ് ആയതുകൊണ്ട് തന്നെ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ഷാൽ ബി മെയ്ഡ് ഫ്രം ദ RBL ബാങ്ക് ഇഷ്യൂഡ് IRCTC RBL ക്രെഡിറ്റ് കാർഡ് ഓൺലി. പിന്നെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് മസ്റ്റ് ബി ബുക്ക്ഡ് ഇൻ ദ നെയിം ഓഫ് നമ്മുടെ കാർഡ് ഹോൾഡറിന്റെ നെയിമിൽ തന്നെ കിട്ടുന്ന നല്ല കാര്യമുള്ളൂ. Cancellation from the IRCTC on confirmed booking will only be admissible for claims within 24 മണിക്കൂറിൽ ക്യാൻസൽ ചെയ്താൽ മാത്രം നമുക്ക് അതിൽ ക്ലെയിംസ് സംഭവമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം 1 claim will be covered in 6 months ആണ്. പിന്നെ മാക്സിമം 3 attempts to raise claim request in 6 months ആണ്. പിന്നെ അത് നമ്മുടെ എന്താ പറയുക ആയുഷ് ഇൻഷുറൻസിന്റെ സംഭവമൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഫുൾ വായിക്കാം. പിന്നെ 1% വേവ് ഓഫ് ട്രാൻസാക്ഷൻ ചാർജ് വേവ് ഓഫ് ഓൺ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്.
കോംപ്ലിമെന്ററി അക്സസ് ടു റെയിൽവേ ലോഞ്ചസ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. 2 കോംപ്ലിമെന്ററി ലോഞ്ചസ് ആണ് പെർ ക്വാർട്ടറിൽ നമുക്ക് കിട്ടുക. പിന്നെ UPI ഫെസിലിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് NCMC, അതായത് നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡായിട്ട് ഉപയോഗിക്കാം. അതായത് നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഈ കാർഡ് വേണമെങ്കിൽ മെട്രോയിലും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം. അതൊക്കെയാണ് നോർമലി വന്നേക്കണ നമ്മുടെ RBL ബാങ്കിൻ്റെ IRCTC റൂപേ കാർഡിൽ വന്നേക്കണ ഫീച്ചേഴ്സ്. നോക്കിക്കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു ബേസിക് ആയിട്ടുള്ള IRCTC കാർഡെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ റൂപേയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ UPIയിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു ഹൈലൈറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ബേസിക് കാർഡ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് RBL ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റെഫർ ലിങ്കാണ്. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്തില്ലായിരിക്കും. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ ചാൻസ് കൊടുത്തിരിക്കും. മറക്കണ്ട. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് agency.banksupport.in നിങ്ങൾക്ക് സന്ദർശിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാം. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. മറക്കണ്ട. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്കും ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്കൊക്കെ കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്മിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.